ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കർത്ത ദിവസം നൽകിയിരിക്കെ ഈ ആണ്ടവർ നൽകിയ കർത്ത ദിവസത്തിൽ നമുക്ക് ആണ്ടവർ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്നാന്ന് നമുക്ക് വിസാരിക്കാം. ഇന്ന് എപ്പിസോഡ് 126 താൻ നമ്മൾ പഠിക്കുന്നത്. അതായത് 126 என்ன ஆண்டவர் சொல்லுறது நமக்கு வாசிச்சிடாம். நம்ம இது பைபிள் ஸ்டடி தான் നേരത്തെ നമ്മൾ വാസിച്ച് പഠിച്ചിരിക്കുന്ന അതേ കാര്യം താൻ നമ്മൾ പിന്നെയും നമ്മൾ മുന്നോട്ട് പോവുക. ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്നാ വിശ്വാസികളോട് ചൊല്ലുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഏത് വിശ്വാസിയോട്? ഫിലിപ്പിയ വിശ്വാസികൾക്ക് മറ്റും താൻ അല്ല, നമ്മളെയും കൂടി അതിൽ ഇൻവോൾവ് பண்ணிയിരിക്കുക, നമ്മളെയും കൂടി നമ്മൾ ചേർത്ത് താൻ പൗലോസ് ഇங்கே വചനം ചൊല്ലിയിരിക്കുക. നമുക്ക് 10ാം വചനം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് கொஞ்சம் പിന്നാടി പോയിട്ട് 10ാം വചനത്തിലേക്ക് നമുക്ക് വന്നിടാം. അന്നേരം നമുക്ക് തിരിയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് പിടിയും. അതിൽ നമ്മൾ വാസിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് 9ാം വചനത്തിൽ എന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിനെ എനിക്ക് കിടക്കേണ്ടതിന് വേണ്ടി ഞാൻ എന്നാ പണിയാച്ച ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, അതായത് ന്യായപ്രമാണം മൂലമുള്ള നീതിയല്ല ഞാൻ ചെയ്തത്. അതായത് എനിക്ക് ന്യായപ്രമാണത്തിലെ പറ്റി നീതിയെപ്പറ്റി ഞാൻ രമ്പ കാര്യം ഞാൻ നിങ്ങളോട് ചൊല്ലിയാച്ച് അതല്ല അതിൻ്റെ സത്ത, അല്ലെങ്കിൽ അതിൻ്റെ മഹിഴ്വ് അതല്ല. മഹിഴ്വ് എന്നാ ചൊല്ലിയാൽ, മகிழ்ச்சி എന്നാ ചൊല്ലിയാൽ, ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിനെ എനിക്ക് കിടക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണത്തിന് നീതിയാൽ അല്ല ഞാൻ എനിക്ക് കിടച്ചത്. എപ്പടി കിടച്ചത്? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. അതായത് ന്യായപ്രമാണം കൊണ്ട് എനിക്ക് കിടക്കാതെ, അതായത് എനിക്ക് സ്വർഗത്തിൽ പോകുവാൻ എനിക്ക് അത് മുഖാന്തരം വഴിയേ കിടക്കാതെ. കാരണം എപ്പം ഞാൻ ന്യായപ്രമാണം മൂലം ഞാൻ എന്നാ പണിയാലും ഞാൻ പാപിത്താൻ, അതായത് ഈവൻ പാപപരിഹാര ദിവസത്തിൽ പാപത്തിന് വേണ്ടി അവൻ യാഗം അർപ്പിച്ചാലും അതുവരെയുള്ള പാപം താൻ ആണ്ടവരാൽ മന്നിച്ചത്. അത് നമുക്ക് നല്ലപോലെ തിരിയണം. അതായത് വർഷത്തിൽ ഒരിക്കൽ പാപപരിഹാര ദിവസത്തിൽ അവൻ ബലി അർപ്പിക്കുമ്പോൾ ആ വർഷം മുഴുവനും ചെയ്ത പാപത്തിൻ്റെ പരിഹാരം മറ്റും താൻ കിടക്കും. എന്നാൽ എന്നെ പറ്റും? അത് കഴിഞ്ഞിട്ട് പിന്നെയും പാപം ചെയ്യുമ്പോൾ എന്നെ പറ്റും? പിന്നെയും പാപ പരിഹാര ബലി നടത്തേണ്ടി വരും. അതിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ പൊടിഞ്ഞണം. അതായത് ഇപ്പം ഒരു വർഷത്തിൽ ഒരിക്കൽ താൻ പാപപരിഹാരം നമ്മൾ ചെയ്യുന്നു. അപ്പടി പാപപരിഹാരം ഒരു വർഷത്തിൽ ഒരിക്കൽ മട്ടും ചെയ്യുമ്പോൾ എന്നാ പറ്റും? ഇപ്പം പരിഹാരം നമ്മൾ മുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് അല്ലെങ്കിൽ അന്ന് തൊട്ട് പിന്നെയും പാപം பண்ணுമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം അവന് വെയിറ്റ് பண்ணுമ്പോൾ അവൻ എത്ര പാപം പിന്നെ ചെയ്തിരിക്കും. അതിൻ്റെ മുന്നാടി അവൻ ഇറന്നാൽ എന്നാ പറ്റും? ഈ പാപം എല്ലാം അവൻ്റെ തലയിലേക്ക്. കാരണം ഈ പാപത്തിന് പരിഹാരം கிடைக்காது. പാപത്തിന് പാപപരിഹാര ദിവസത്തിൽ മറ്റും താൻ കിടക്കും. നല്ലപോലെ വിസാരിച്ചിട്ട് നമ്മൾ വിശ്വാസികൾക്കുള്ള ഇതിനകത്ത് എന്നാ കാര്യം? ആണ്ടവരായ യേശുക്രിസ്തു വിശ്വാസം മൂലം നമുക്ക് എന്നാ പറ്റുക? അതായത് നമ്മുടെ പാപം ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പാപമേ മറച്ചിടും. നമ്മൾ മീഖയുടെ പുസ്തകത്തിൽ 7ാം അധ്യായത്തിൽ നമ്മൾ വാസിക്കുന്ന എന്നാ ചെയ്ത? നിന്റെ പാപം എല്ലാം എന്നാ ചെയ്തിരിക്കേ? സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടിരിക്കേ. അതായത് നിന്റെ പാപമെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടിരിക്കുന്ന ചൊല്ലിയാൽ, അതായത് അത് ആ സമുദ്രത്തിൻ്റെ ആഴത്തിൽ എന്നാ ഇരിക്കെ? ഇരുട്ട് താൻ. ആ ഇരുട്ടിൽ പിന്നെ ഒന്നുമേ കാണ മുടിയാതെ, അത് എത്രമാത്രം ആഴമെന്ന് ഇതുവരെ തിരിയാതെ. ഈവൻ ഞാൻ വേറെ ഒരു ഇതിൽ ചൊല്ലിയാച്ച, ഈവൻ ഹിമാലയ പർവ്വതം കൊണ്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോയിടും.
അതായത് അത് മാത്രമല്ല, നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വാസിക്കുന്ന അതിൻ്റെ ഈ സമുദ്രം ആദിയിൽ എന്നായിരിക്കെ സമുദ്രം മാത്രം ഇരുന്നാച്ച തണ്ണി മട്ടും അതിൻ്റെ മുകളിൽ അന്ധകാരം ഇരുന്നാച്ച അല്ലെങ്കിൽ ഇരുട്ടിരുന്നാച്ച്. എന്നാൽ ഈ ഇരുട്ടിലേക്ക് നമ്മുടെ പാവത്തെ അവൻ ഇട്ടുകളയുക. അന്നേരം പിന്നെ പാവം കിടക്കുമാ? അത് തന്നെയല്ല, നമ്മൾ വാസിക്കുന്നുണ്ട്. പിന്നെ സങ്കീർത്തനത്തിൽ എന്നാ சொல்லுது, അതായത് സാംസിൽ എന്നാ சொல்லுது, 103 സങ്കീർത്തനം சொல்லுது, നിന്റെ പാപം എങ്ക വരെയും പൂരപ്പ് തൊട്ട് പശ്ചിമ വരെ, അല്ലെങ്കിൽ അതായത് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ വരെ അത് മാറ്റിക്കളയും എന്ന് ചൊല്ലിയാൽ അത് പിന്നെ അത് ഒരുമിച്ച് ചേരാൻ മുടിയാതെ, അത് പാവവും മനുഷ്യനും തമ്മിൽ പിന്നെ അത് ചേരാൻ മുടിയാതെ. അതായത് നമ്മളിൽ നിന്നും അത് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ എന്തേ കിടക്കാതെ. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ പാവത്തെ മന്നിച്ച് അവൻ എന്നാ പണിയാ, അത് നമ്മളെ നീതിമാനാക്കിയ നമ്മൾ നേരത്തെ എന്നാ വാസിച്ചത് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ എന്നാ വാസിച്ചാച്ച്, അവൻ നമ്മളെ നീതിമാനാക്കുവാൻ വേണ്ടി അവൻ എന്നാ ചെയ്ത് തൻ്റെ ശരീരത്താൽ അവൻ യാഗം അർപ്പിച്ചാച്ച്, അവൻ ശരീരം നമുക്ക് വേണ്ടി തന്നാച്ച്. അതുമൂലം നമുക്ക് എന്നാ കിടച്ചാച്ച് നമുക്ക് എന്താ சொல்லுது, നിന്നെ നീതിമാനാക്കിയച്ച്, നിന്നെ പവിത്രനാക്കിയാച്ച്. മൂന്നാമത് നിന്നെ കുറ്റമില്ലാത്തവനായച്ച. 3 കാര്യം അങ്ങ് சொல்லுது. 3 കാര്യം എന്താ? നിന്നെ നീതിമാനാക്കിയാച്ച്, നിന്നെ പവിത്രനാക്കിയാച്ച്, നിന്നെ കുറ്റമില്ലാത്തവനാക്കിയ. അതായത് നമ്മുടെ പാപങ്ങൾ മുഴുവനും മന്നിച്ചാച്ച്. അപ്പോൾ നമ്മൾ അന്നേരം അതുകൊണ്ട് താൻ അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது, എൻ്റെ ന്യായപ്രമാണം എന്നെ ആണ്ടവരുടെ പക്കത്തിലേക്ക് കൊണ്ടുപോകാൻ മുടിയാതെ, അതുകൊണ്ട് എനിക്ക് ഒരു ലാഭവും കിടക്കാതെ എനിക്ക് എന്ത് ലാഭം, ആ ലാഭങ്ങളിൽ നഷ്ടമായിരിക്കുന്നു എന്ന് ചൊല്ലിയിട്ട് അവൻ എന്നാ சொல்லுது, എനിക്ക് ഇപ്പോൾ നീതി എന്തുകൊണ്ട്? ക്രിസ്തുവിൽ യേശുവിലുള്ള വിശ്വാസം മൂലം. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചത് മൂലം താൻ നിനക്കായി ഇപ്പോൾ എന്നെ കിട്ടിയിരിക്കുന്നത്. നിനക്ക് ദൈവത്തിൻ്റെ നമുക്ക് നീതി കിടക്കുന്നത്. അതായത് നമുക്ക് നീതി ലഭിച്ചത് എങ്ങനെ? അവൻ്റെ വിശ്വാസം മൂലം. നമുക്ക് ഞാൻ ചൊല്ലി കൊഞ്ചം ഇതായത് 10-ാം വാക്യത്തിൽ, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ഒന്നാമത് അവനിൽ ഇരിക്കേണ്ടതിന്. അതായത് ഞാൻ പാപത്തിലല്ല ഇരിക്കുന്നത്, ഞാൻ ഇപ്പോൾ എനിക്ക് അവനിലിരിക്കുന്നത്. നമുക്ക് അവനാര്? അവൻ പവിത്രൻ. അതിൽ പവിത്രനായ അവനിൽ നമുക്ക് വാസം പണണമെങ്കിൽ എന്നാ പണം? നമ്മൾ പവിത്രരായിരിക്കണം. അതായത് പവിത്രമല്ലാത്ത നമുക്ക് ആണ്ടവരുടെ മുന്നിൽ നമുക്ക് വാസം പണ്ണാൻ പറ്റിയ അത് പറ്റുകയില്ല. ഇങ്ങനെ ആണ്ടവർ എന്നാ ഇങ്ങനെ പൗലോസ് എന്നത്, ഞാൻ അവനിൽ ഇരിക്കേണ്ടത് അല്ലെ അവനിൽ വാസം പണ്ണേണ്ടതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവനിൽ ഇരിക്കേണ്ടത് അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട്. അതായത് ഞാൻ അവൻ്റെ മരണത്തോടെ, അല്ലെങ്കിൽ അവൻ മരിത്താറെ അവൻ്റെ കൂടെ ഞാനും മരിത്താറെ. അതായത് എൻ്റെ പാപവും മരിത്താറെ. അത് സാത്താൻ്റെ പിടിയിൽ നിന്നും ഞാൻ മുഴുവനുമായിട്ട് ഞാൻ അതിൽ നിന്നും മാറ്റപ്പെട്ടാട്ട്. എപ്പോഴും അവൻ്റെ വിശ്വാസം മൂലം, അതായത് അവനിലുള്ള വിശ്വാസം മൂലം ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ പാപം മുഴുവനും മന്നിച്ച്, എൻ്റെ പാപം പെരിയ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞ പോലെ, അല്ലെങ്കിൽ എൻ്റെ പാപം ഉദയം മുതൽ അസ്തമനം വരെ ആക്കിയതുപോലെ അതേപോലെ തന്നെ എന്നാ പറ്റിയാച്ചേ എന്നതിൽ അവൻ്റെ ഞാൻ അത് എപ്പടി അയച്ചേ അവൻ്റെ മരണത്തോട് അനുരൂപമായിട്ട്. അതായത് അവൻ മരിത്തപ്പോൾ ഞാനും അവനോട് കൂടെ മരിത്താറേ. അതായത് അവൻ എൻ്റെ പാപത്തിന് വേണ്ടി മരിത്തപ്പോൾ ഞാനും ആ പാപത്തോട് കൂടെ മരിത്താറേ. ഇപ്പോൾ ഞാൻ ഉയർക്കുമ്പോൾ എനിക്ക് പുതിയ ജീവിതം താൻ ഇരിക്കുന്നത്. അതായത് ഞാൻ പുതിയ മനുഷ്യൻ താൻ, ഞാൻ പഴയ മനുഷ്യനല്ല. എൻ്റെ നീതികർമ്മങ്ങൾ ഒന്നുമേ എനിക്കൊന്നും ചെയ്യാൻ മുടിയാതെ. എന്നാൽ ആണ്ടവരുടെ വിശ്വാസം മൂലം എനിക്ക് നീതി കളിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് അടുത്ത വാക്യം നമ്മൾ അടുത്ത വചനം നമ്മൾ വാസിച്ച് നോക്കിക്കേ. അവൻ്റെ പുനരുത്ഥാന ശക്തിയും, അതായത് അവൻ
മരുത്തു എന്ന് മാത്രമല്ല, നമുക്ക് നല്ലൊരു തിരിയണം, നല്ലൊരു പ്രിയണം എന്നത് നമ്മുടെ പാവത്താൽ നമ്മൾ മരിത്തു. അത് ആണ്ടവരായ യേശു ക്രിസ്തു നമ്മുടെ പാവം ഏറ്റെടുത്തിട്ട് അവൻ മരിത്താറ്. ആടെ പാവം അവൻ മരിത്തപ്പോൾ നമ്മളും അവൻ്റെ കൂടൊപ്പം മരിത്താറ്. அதுதானே நம்மளை ஞானஸ்தானம் எடுக்கும்போது നമ്മൾ என்ன சொல்லுது, ആണ്ടവരോടൊപ്പം ഞാനും മരിത്താറേ. അതായത് ഞാൻ ഇതുവരെ ലോകത്തിന് വേണ്ടി ഞാൻ ജീവിച്ചാച്ചേ, എനിക്ക് ഞാൻ ഈ ലോകത്തിലെ ചിന്തയിൽ ഞാൻ നടന്നാച്ചേ, ആണ്ടവരെ ഇല്ലാതെ ഞാൻ അപ്പടിയേ പോയിരുന്നേ. എന്നാൽ ഞാൻ ജലസ്നാനം പണ്ണുമ്പോൾ, ஞானஸ்தானம் എടുക്കുമ്പോൾ എന്നാ சொல்லுക, ഞാൻ ഈ ലോകത്തിന് വേണ്ടി മരിത്താറേ. നമ്മൾ എന്നാ പറ്റുക, നമ്മൾ മരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആണ്ടവർക്ക് വേണ്ടി ജീവിച്ചിടും. എത്ര വലിയ സത്യമെങ്കിൽ, അതായത് നമ്മൾ ഇനിയും ഒരു പുതിയ സൃഷ്ടി ചെയ്താൽ, ഇനിയും നമ്മുടെ പാവം നമ്മളെ മുഴുവനുമായി കഴിഞ്ഞാൽ, ജ്ഞാനസ്ഥാനം കൊണ്ടല്ല പാവം കഴുകുന്നത്. നിങ്ങൾ തപ്പ് വിചാരിക്കാതെ നമ്മൾ വിചാരിക്കും, ജ്ഞാനസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ എനിക്കിനി പാവം ഇരിക്കാതെ. ജ്ഞാനസ്ഥാനം കൊണ്ടല്ല, നിന്റെ വിശ്വാസം മൂലം ആണ്ടവരായ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസം മൂലം താൻ എന്ത് പറ്റിയാച്ച്, ആണ്ടവരുടെ വിശ്വാസം മൂലം നമ്മുടെ പാവം മുഴുവനും പോയാച്ച്. അതനുസരിച്ച് വിശ്വാസം മൂലം നമ്മുടെ പാവം എന്ത് വരെ പോയാച്ച്, ഉദയം മുതൽ അസ്തമനം വരെയും. അതായത് അത് മാത്രമല്ല, നമ്മുടെ പാവത്തെ അവൻ മന്നിച്ചാച്ച അവൻ ഒരിക്കലും ഓർക്കുകയില്ല എന്ന് നമ്മൾ വാസിക്കുക. നമ്മുടെ പാവത്തെ മറന്ന്, നമ്മുടെ പാവത്തെ ഇനി ഓർക്കാത്ത വണ്ണം ആണ്ടവർ നമ്മളെ ശുദ്ധീകരിച്ചാച്ചേ. നമ്മൾ ഇപ്പോൾ ആരുതാൻ, നമ്മൾ വിശുദ്ധരും നീതിമാനും നമ്മൾ കുറ്റമില്ലാത്തവരും. 3 കാര്യം. അതായത് നമ്മൾ വിശുദ്ധരാക്കിയാச்சு. വിശുദ്ധരെന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൽ നിന്നും വേർപെട്ട്. വിശുദ്ധരെന്ന് ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേർപെട്ടവർ. അതായത് നമ്മൾ പാപത്തോട് വേർപെട്ടു എന്ന് മാത്രമല്ല, നമ്മളിൽ ആ വേർപാട് മുഖാന്തരം നമുക്ക് എന്നെ വെച്ച് നമ്മൾ നിഷ്കളങ്കരാച്ച, നമ്മൾ റൈച്ചസ് പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് നീതിമാനാക്കിയാച്ച, അല്ലെങ്കിൽ നമ്മളെ നീതീകരിച്ചാച്ച. അതായത് നമ്മുടെ പാവം നമ്മൾ മുഴുവനും മാറ്റി നമ്മളെ നീതീകരിച്ചാച്ച. 3ാമത് നമ്മൾ കുറ്റമില്ലാത്തവരാക്കി തീർത്താച്ച്. അത് ആണ്ടവർ ഈ ചെയ്ത കാര്യം അത് എപ്പടി പറ്റും, വിശ്വാസം മൂലം. അത് കാണിക്കാൻ വേണ്ടി താൻ ജ്ഞാനസ്നാനം എടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തപ്പായിട്ട് ചിന്തിക്കാതെ, എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞിരിക്കെ ആണ്ടവർ നമ്മളോട് ചൊല്ലുന്ന കാര്യം, നിങ്ങൾ വിശ്വാസം മൂലം നിങ്ങളുടെ പാവത്തെ നിങ്ങൾ ആണ്ടവർ മന്നിച്ചാച്ചേ. ആണ്ടവർക്ക് സ്തുതി, ആണ്ടവർക്ക് മഹത്വം ഇരിക്കട്ടെ. മഴിച്ച മുഴുവനും അവന് കൊടുക്കാം. അവൻ മഴുവോ, അവൻ്റെ നാമം മഹത്വമാറാകട്ടെ. ആമീൻ.